ജീവിതത്തിൽ സ്വയം അഭിനയിക്കാൻ പഠിച്ചില്ലെങ്കിലും മുന്നിൽ നിന്നും അഭിനയിക്കുന്നവരെ തിരിച്ചറിയാനെങ്കിലും പഠിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം അവർ ഒരു നാടകവേദിയാക്കി മാറ്റും. വിഷമങ്ങൾ ആരോടും പറയാനാകാതെ മനസ്സിൽ ഒതുക്കി വെക്കുമ്പോൾ ഭയത്തിൽ ഉണ്ടാകുന്ന വേദന അതൊരു വല്ലാത്ത വേദനയായിരിക്കും. പുതിയ ജീവിതാനുഭവങ്ങളിലേക്ക് നീങ്ങുക. പഴയകാല അനുഭവങ്ങൾ ഓരോന്നും പാഠങ്ങളാണ്. അവയിൽ തന്നെ മനസ്സിനെ തങ്ങി നിൽക്കാൻ അനുവദിക്കരുത്. ഉള്ളിൽ ഒരു തിരയുണ്ട്, ആർക്കും അറിയാതെ ആർത്തിരുമ്പുന്ന വേദനയുടെ തിര. മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ആർക്കും ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾക്കൊരാളെ പറ്റിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ ആലോചിക്കേണ്ടത് അയാൾ എത്ര മണ്ടനാണ് എന്നല്ല, അയാൾ നിന്നെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നാണ്. ശത്രുക്കളെ ഉണ്ടാക്കാൻ വഴക്കിടേണ്ട ആവശ്യമില്ല. സത്യം തുറന്നു പറയാൻ തയ്യാറായാൽ മതി. ഇഷ്ടം പോലെ ശത്രുക്കൾ ബന്ധുക്കളിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും ലഭിച്ചേക്കാം. നിങ്ങളെ പിന്തുണയ്ക്കാൻ ശരിയായ ആളുകൾ ഉള്ളപ്പോൾ എന്തും സാധ്യമാണ്. ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കു നിൽക്കില്ല. തുറന്ന മനസ്സോടെ സംസാരിക്കുന്നവരിൽ കളങ്കമുണ്ടാവില്ല. കളങ്കമില്ലാത്ത മനസ്സുള്ളവർക്കേ മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയൂ. ഒരുപാട് ആഗ്രഹിച്ചവർക്ക് ഒന്നും കിട്ടണമെന്നില്ല. പക്ഷേ ഒന്നു മാത്രം, ഒരുപാട് വട്ടം ആഗ്രഹിച്ചവർ അത് നേടിയെടുത്തിരിക്കും. നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിന്റെ ഇഷ്ടികകൾ എടുത്തു മാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും. നിങ്ങളൊരാളെ സ്നേഹിക്കുമ്പോൾ അയാൾക്ക് നൽകാനുള്ള ഏറ്റവും നല്ല വാഗ്ദാനം നിങ്ങളുടെ സാന്നിധ്യമാണ്. ഒരാളുടെ മനസ്സറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അവരുടെ ഹൃദയം അറിയണമെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത്. ചതിച്ചവരോട് പ്രതികാരവും അരുത്. ഒന്നു മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുക: ചിരിക്കാനും സഹായിക്കാനും ആർക്കും രണ്ടാമതൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങൾ ഉണ്ടാകും. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചും തുടങ്ങും. നമുക്ക് വിലയില്ലാത്ത ഇടങ്ങൾ നമ്മുടെയല്ല. ധീരമായി ഉപേക്ഷിക്കുക, അന്തസ്സായി ജീവിക്കുക. ഒരാൾക്ക് നമ്മളോട് സ്നേഹമുണ്ടായിരുന്നു എന്നറിയാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരും. പക്ഷേ ഒരാൾക്ക് നമ്മളോട് സ്നേഹം കുറയുന്നുണ്ട് എന്നറിയാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട. പുറമേ നിന്ന് വിലയിരുത്താൻ വളരെ എളുപ്പമാണ്. പക്ഷേ ചില വേദനകളുടെ ആയം അത് അനുഭവിച്ചറിഞ്ഞ അവരുടേത് മാത്രമാണ്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടേത് മാത്രമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ നാം ജീവിച്ചു പഠിക്കും. ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല, പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ്. ഇടയ്ക്കെല്ലാം തനിയെ നടക്കുക. ചേർന്നിരിക്കുമ്പോഴും ചേർന്ന് നടക്കുമ്പോഴും കാണാതെ പോകുന്ന പല കാഴ്ചകളും തനിച്ചാകുമ്പോൾ കണ്ണിൽ കുരുങ്ങും. കൂടെ ഉള്ളതിന്റെ വില അറിയണമെങ്കിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം അതൊന്ന് നഷ്ടപ്പെടണം. ജീവിതം ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്: അധികം സ്നേഹിച്ചാൽ ഒരുപാട് വേദനിപ്പിക്കുമെന്ന്. ജീവിതം ആസ്വദിക്കാൻ ചിലവില്ല, ആസ്വദിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാനാണ് ചിലവ്. ഇടയ്ക്കൊക്കെ വന്ന് സുഖമാണോ നിനക്കെന്ന് ചോദിക്കാനും കുറച്ചു ദിവസം കണ്ടില്ലെങ്കിൽ നീ ചത്തോ എന്ന് ചോദിച്ചു വരാനും കുറച്ചു പേരുള്ളത് നല്ലതാണ്. അറിഞ്ഞു മനസ്സിലാക്കാൻ കഴിയാത്തവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ആരും വെറുതെ കടന്നു വരില്ല എന്നതൊരു സത്യമാണ്. ചിലർ നമ്മുടെ മുറിവിൽ തേൻ പരുട്ടുന്നവരും മറ്റു ചിലർ മുറിവുകൾ സമ്മാനിക്കുന്നവരും ആയിരിക്കും. അധികകാലം കൂടെ കാണണമെന്നില്ല. കാലം മുന്നോട്ട് സഞ്ചരിക്കും തോറും ശരീരം മാറിത്തുടങ്ങും. അന്നും ഇന്നും മാറാതിരിക്കുന്നത് നമ്മുടെ മനസ്സ് മാത്രമാണ്. നമ്മുടെ മനസ്സ് നോക്കി സ്നേഹിച്ചവർ മാത്രമേ എന്നും കൂടെ കാണും എന്നതാണ് സത്യം. നമ്മുടെ ജീവിതം മാത്രം എന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കുന്നതിനു പകരം നമ്മൾ ഇങ്ങനെയെങ്കിലും ജീവിക്കുന്നല്ലോ എന്ന് സമാധാനിക്കുന്നിടത്താണ് ജീവിതം കൂടുതൽ സന്തോഷകരമാകുന്നത്. അറിയാതെ പോലും അപരന്റെ വീഴ്ചയിൽ ആനന്ദിക്കരുത്. എന്തെന്നാൽ വീഴാൻ പറ്റാത്ത ഉറപ്പൊന്നും നമ്മുടെ പാദങ്ങൾക്കും ജീവിതത്തിനും ഇല്ല. നമുക്ക് കിട്ടിയ ആഗ്രഹങ്ങളുടെ വില
അറിയണമെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടിയ നൊമ്പരങ്ങളുടെ ഭാരം നമ്മളൊന്ന് ചുമന്നു നോക്കണം. നിറം മങ്ങിയ ഇലകളെ മരങ്ങൾ പോലും ഉപേക്ഷിക്കുന്നു. പിന്നെന്തിനാണ് നിറം മങ്ങിയ ബന്ധങ്ങളെ തേടി അലയുന്നത്? നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഒരിക്കൽ പറഞ്ഞാൽ അവർക്ക് ക്ഷമിക്കാൻ മാത്രമേ കഴിയൂ, മറക്കാൻ കഴിയില്ല. നമ്മുടെ ഓരോ വാക്കുകളും ചിലപ്പോൾ ചിലരുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. തെറ്റായ സമയത്ത് ഒരു തെറ്റായ വാക്ക് എല്ലാം ഇല്ലാതെയാക്കിയേക്കാം. അത് ചിലപ്പോൾ നല്ലൊരു കുടുംബജീവിതം, സൗഹൃദം, വർഷങ്ങളുടെ കഠിനാധ്വാനം, ചിലപ്പോൾ ജീവിതം തന്നെ. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. നിങ്ങളുടെ ശബ്ദമല്ല നിങ്ങളുടെ വാക്കുകൾ ഉയർത്തുക. മഴയാണ് പൂവിടാൻ കാരണം, ഇടിമുഴക്കമല്ല.